ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോ വെച്ച് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ സീരീസിലോട്ടേക്ക് സ്വാഗതം. കഴിഞ്ഞ സീരീസിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ചത്തുപോയി. കാരണം ഞാൻ അയൺ ഫാമിന് വേണ്ടി അയൺ തപ്പാൻ വേണ്ടി പോയതാണ്. മറ്റേ ഹോപ്പറും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഒരു ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ച്. അതാണ് ആ ഒരു സീരീസ് തീരാനായിട്ടുള്ള കാരണം. എന്തായാലും ഇന്ന് നമ്മളൊരു പുതിയൊരു സീരീസും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു സീരീസ് കഴിഞ്ഞ സീരീസിനെ പോലെ സ്ലോ സീരീസൊന്നും ആയിരിക്കില്ല. ഇത്തിരി പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാക്ക് ആവാൻ നോക്കും. കാരണം നമ്മുടെ കയ്യിൽ നല്ല ആർമർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ പോയി ചത്തത്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കോപ്പർ ആർമർ ആവണം. ആൻഡ് ഒരു ബേസ് സെറ്റ് ചെയ്യണം, പിന്നെ കുറച്ച് ഫുഡും സെറ്റ് ചെയ്യണം. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ. ഇനി എന്തായാലും നമുക്ക് അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ മരം മുറിച്ചിട്ട് തന്നെ തുടങ്ങാം. ആൻഡ് ഇത് വെച്ച് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളും സ്റ്റിക്കും ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇനി നമ്മൾക്ക് നമ്മുടെ ഫസ്റ്റ് വുഡ് ആൻഡ് പിക്കാക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യട്ടെ. ആൻഡ് ഇനി നമുക്ക് കുറച്ച് സ്റ്റോണും കാര്യങ്ങളും കളക്ട് ചെയ്യാം. ആൻഡ് ഇനി അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടൂൾസും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഓക്കെ, അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബേസും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലം തപ്പിപ്പോവാം. ആൻഡ് നമുക്ക് കുറച്ച് ഫുഡും കൂടി വേണം. വല്ല മോപ്സിനെ കാണുകയാണെങ്കിൽ നമുക്കൊന്ന് പോയി കൊല്ലാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് വൂളും കാര്യങ്ങളും കളക്ട് ചെയ്യണം. ഇവിടെ എവിടെയായിട്ട് ഒരു മോബിനെ പോലും കാണാനില്ല, അതാണ് വേറെ ഒരു പ്രശ്നം. ഇനി എന്തായാലും നമുക്ക് കുറച്ച് നേരം ഓടേണ്ടി വരും, നല്ല സ്ഥലവും കാര്യങ്ങളും കിട്ടാനായിട്ട്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ബീച്ച് സൈഡല്ല, ഒരു പുഴയുടെ അടുത്ത് അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഞാനിപ്പോൾ ബേസ് വയ്ക്കാനായിട്ട് മൈൻഡിലുള്ളൊരു സ്ഥലം. അങ്ങനെ വല്ല സ്ഥലവും കിട്ടുമോ നോക്കട്ടെ. ആൻഡ് ഇതേ കണ്ടില്ല, ഇങ്ങനത്തെ സ്ഥലങ്ങളാണ്. അതായത് 2 ഐലൻഡ് കൂടിയും ചേർന്നിട്ട് രണ്ട് ഐലൻഡിന് നടുക്കിലൊരു റിവർ പോലത്തെ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു പ്ലെയിൻസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഷീപ്പും കാര്യങ്ങളുണ്ട്, നമുക്ക് ഇവരെ ഒന്ന് തല്ലിക്കൊല്ലാം. നല്ല ലാഗ് ഉണ്ട്, അതെന്താണെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിരിക്കും. ആൻഡ് അവരെയൊക്കെ കൊന്നപ്പിക്കുന്നത് ഏകദേശം ഇത്രയും എന്താണ് കിട്ടിയത് മീറ്റ്. ആൻഡ് ഇനി ഇവിടെ ഒരു ഫർണസും കൂടി സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആൻഡ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ വുഡ് തന്നെയാണ്, വേറെ അതില്ല. ഒരു കാര്യം ചെയ്യും, പിക്കാക്സ് ഇവിടെ വയ്ക്കാം. ആൻഡ് ഈ ഒരു ഇതവിടെ കുക്ക് ചെയ്യാനായിട്ട് ഇരിക്കട്ടെ. ആൻഡ് നമുക്കിനി പോയിട്ട് കുറച്ചുകൂടി ഫുഡും പിന്നെ കുറച്ച് മരവും കാര്യങ്ങളൊക്കെ മുറിക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ബാക്കി കാണിച്ചു തരാം. ആൻഡ് ഇപ്പോഴത്തേക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് വുഡും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വുഡിനെ എടുത്തിട്ട് നമുക്ക് സ്ലാബാക്കി വയ്ക്കാം. അതാകുമ്പോൾ പിന്നെ കുറച്ചും കൂടി ഫ്യൂവൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. 3 കൊടുത്താൽ നമുക്ക് 6 ഇത് കിട്ടും. അങ്ങനെയാണെന്ന് വെച്ചാൽ 30 ഇത് കിട്ടുന്നുണ്ട്. 30 സ്ലാബ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി കുറച്ച് നേരം കൂടി ഞാനിവിടെ നിന്ന് നിൽക്കട്ടെ, ഈ ഒരു ഫുഡൊന്നും ആവാനായിട്ട്. സൂര്യൻ അതാ താഴ്ന്നു പോകണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ബെഡും ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാം. അല്ലെങ്കിൽ ഇപ്പം തന്നെ മോപ്സ് കൊണ്ട് ഇവിടെ മോപ്പ് ഫാമായി മാറും. ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ബെഡ്, അത് നിലത്ത് കിടക്കുന്നു, ഇതിനെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഉറങ്ങാം. ആൻഡ് ഓക്കെ, സൂര്യൻ ആ ഭാഗത്താണ് ഉദിച്ചത്. ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ ഭാഗത്ത് ഉദിക്കുന്നത്. ഇനി എന്തായാലും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ബേസും കാര്യങ്ങളും സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലത്തോട്ടേക്ക് പോവാം. ഞാൻ കുറച്ച് നേരം ഒന്ന് ഓടേണ്ടി വരും എന്നാണ് തോന്നുന്നത്. നമ്മുടെ ഇൻവെർട്ടർ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് വയ്ക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഏകദേശം ഒരു റിവർ ടൈപ്പ് സ്ഥലത്താണ്. അതായത് 2 ഐലൻഡിൻ്റെ നടുക്ക് കൂടെ ഒരു റിവർ ഓടുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് എനിക്കിപ്പോൾ മൈൻഡിലുള്ളത്. ആൻഡ് അതിനേക്കാളും നല്ല ഹിഡൻ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടെയും ബേസ് വയ്ക്കും. എങ്ങനത്തെ സ്ഥലം കിട്ടുമോ നോക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം സ്പോണിൻ്റെ അടുത്താണ്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് അത്രയും നല്ലതാണ്. കാരണം ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമ്മുടെ അതായത് എൻഡിലോട്ടൊക്കെ പോയി വരുമ്പോൾ പിന്നെ ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല, കുറേ ദൂരം ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് അവിടെയായിട്ട് കുറച്ച് പംകിൻസും കാര്യങ്ങളും കിടക്കുന്നുണ്ട്. അതിനർത്ഥം ഇവിടെ അടുത്ത് എവിടെയോ വില്ലേജ് ഉണ്ടെന്നാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ വില്ലേജും തപ്പി പോകണില്ല. വില്ലേജൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ആൻഡ് ഇങ്ങനത്തെ സ്ഥലമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ടില്ലേ, 2
ഐലൻഡിന് നടുക്കിൽ റിവറായിട്ട്. സോ എന്തായാലും എനിക്ക് ഈ ഒരു സ്ഥലം ഏകദേശം ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തായാലും അപ്പുറത്തെ ഐലൻഡിൽ ബേസ് വെക്കാനായിട്ടുള്ള സ്ഥലം ഉണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഐലൻഡിൽ തന്നെ വെക്കാം. ലാഗ് എന്താ 7 FPS നന്നായി എന്നാൽ. ആൻഡ് ഈ ഒരു സ്ഥലം എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്ഥലം കൊള്ളാം കേട്ടോ. ഇവിടെയാണെങ്കിൽ ഇത്തിരി പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ഉണ്ട്, അവിടെ ആയിട്ടൊരു ഫോറസ്റ്റും ഉണ്ട്. അതെ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ഇത്തിരി പ്ലെയിൻസ് ആയിട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ബേസ് വയ്ക്കാം. ആൻഡ് അവിടെ ആയിട്ട് കുറച്ച് ഫോറസ്റ്റും ഉണ്ട്. നമുക്ക് വുഡിന് അവിടെ നിന്ന് നമുക്ക് വുഡും കാര്യങ്ങളും കളക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ എന്തായാലും ഞാൻ ചെറുതായിട്ട് ഇവിടെ എവിടെയെങ്കിലും നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. സോ എന്തായാലും ഈ ഒരു ഇവിടെ ആയിട്ട് കുറച്ച് സ്ഥലമുണ്ട്. ഇവിടെ നമ്മുടെ ബെഡും പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസൊക്കെ ഇവിടെ വെക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ഇരിക്കട്ടെ. ആൻഡ് ഫർണസ് അതിൻ്റെ അപ്പുറത്തിരിക്കട്ടെ. ആൻഡ് നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ടേക്ക് വയ്ക്കാം. സോ ഉള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തോട്ടേക്ക് പോട്ടെ. ആൻഡ് ഇനി നമുക്ക് കുറച്ച് വുഡും കോബിൾ സ്റ്റോണും കയ്യിലിരിക്കട്ടെ. ഇത്ര കോബിൾ സ്റ്റോൺ ഉണ്ടെന്ന് ആവശ്യമില്ല, ഏകദേശം അത്ര അതിൻ്റെ അകത്തിരിക്കട്ടെ. ആൻഡ് ഇത്രയും വുഡിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് ഇനി ഇപ്പം എന്തായാലും ബേസ് വയ്ക്കുന്നില്ല. നമുക്ക് കുറച്ച് കോപ്പർ ആർമറും പിന്നെ കുറച്ച് അയണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. സോ ഇവിടെ അടുത്തെവിടെയെങ്കിലും കേവ് ഉണ്ടോ എന്നാണ് ഞാൻ ഇപ്പോൾ നോക്കുന്നത്. ഇവിടെ എവിടെയും കാണാനില്ലല്ലോ. സോ ഇവിടെ ഒരു കേവ് ഉണ്ട്. ഇതോ വരുന്നു സോംബി. അയ്യോ, സ്കെൽട്ടനും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം ഓടിക്കോ. അയ്യോ, എന്താ അടിയാടാ അടിക്കുന്നത്. ഒരു അമ്പിന് നമ്മുടെ ഹാഫ് എന്താണ് പോയത്, ഹാഫ് ബാറ്. സോ ഈ ഒരു സോംബീനൊന്ന് കൊല്ലട്ടെ. ആൻഡ് അവിടെ ആയിട്ടൊരു സ്കെൽട്ടൻ ഉണ്ട്. സ്കെൽട്ടനെയാണ് എനിക്ക് പേടി. അവൻ പിന്നെ നമ്മുടെ സ്നൈപ്പ് ചെയ്തിടും. ഇപ്പം നമ്മുടെ ഒരു ആർമറൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇത്തിരി റിസ്ക്കാണ്. സോ ഇവിടുന്ന് മെല്ലെ അവനെ തട്ടാനായിട്ട് പറ്റുമോ നോക്കട്ടെ. ഓടിക്കോ. ഇവിടെ നിന്നൊരു കാര്യമില്ല. അവൻ കത്തുന്നുണ്ട്. ചാവോ അത്? നോക്കട്ടെ. എന്തെൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒന്ന് പോയി നോക്കിയാലോ. അവൻ ചത്ത്. ഇതാ എൻ്റെ ബോൺ ഇവിടെ കിടക്കുന്നു. സോ ഇനി എന്തായാലും ഹാർട്ടൊന്ന് ഫുള്ളാക്കട്ടെ. ആൻഡ് ഇവിടെ എപ്പോഴൊന്നും ഒരു സാധനവും കാണാനായിട്ടില്ല. അയ്യോ, ഓടറായി. ഇപ്പം തന്നെ ചത്തേന് ഞാൻ. ഓട്. സ്കെൽട്ടൻ. അയ്യോ എൻ്റെ പൊന്നോ, ഈ കേവിൻ്റെ അകത്തോട്ടേക്കൊന്നും വരാൻ പറ്റില്ല. ഹാർഡ് കോറിൽ. അയ്യോ എൻ്റെ പൊന്നോ, എടോ ബ്ലോക്ക്. ഓ 1.5 ഹാർട്ട് ഇപ്പം തന്നെ തീർന്നു. പെട്ടെന്ന് ഫുഡ് കഴിക്കുക എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇപ്പം തന്നെ ഹാർഡ് കോർ അങ്ങോട്ട് തീർന്നേനെ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഇനി കേവിൽ ഹണ്ടിങ് കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് വല്ല സ്ട്രിപ്പ് മൈനിങ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ വേറെ വല്ല കേവും കണ്ടുപിടിക്കേണ്ടി വരും. ഈ കേവൊക്കെ ഫുള്ള് മോബ്സ് കൊണ്ട് നിറഞ്ഞിറക്കുകയാണ്. ഹാർഡ് കോർ ആയതുകൊണ്ട് തോന്നുന്നു ഇവന്മാർക്കൊക്കെ ഒടുക്കത്തെ പവറും. ഇവിടെയൊക്കെ മൊത്തം കുഴിയാണല്ലോ. ഇവന്മാർക്കൊക്കെ ഇത്ര പവർ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇവന്മാരുടെ പവർ എന്ന് പറഞ്ഞാൽ നല്ല പവറാണ് ഹാർഡ് കോറിൻ്റെ അകത്ത്. കഴിഞ്ഞ മറ്റേ സീരീസിൻ്റെ അകത്ത് ഇത്ര ശല്യം ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് അറിയില്ല. ഇത്തവണത്തെ മൂവ്സിനൊക്കെ നല്ല ഇതുണ്ട്, ഡാമേജ് ഉണ്ട്. സോ നമുക്കിനി വേറെ കേവ് കിട്ടുമോ നോക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് സ്ട്രിപ്പ് മൈനിങ്ങിലോട്ടേക്ക് പോകേണ്ടി വരും. നമുക്കിപ്പോൾ വേണ്ടതൊരു ബക്കറ്റും പിന്നെ ഒരു ഷീൽഡുമാണ്. ആൻഡ് പിന്നെ കോപ്പർ ആർമറും. ഇത്രയും സംഭവമാണ് ഇപ്പം നമുക്ക് വേണ്ടത്. സോ ഇവിടെ ആയിട്ടൊരു കേവ് ഉണ്ട്. ആൻഡ് ഇവിടെ എവിടെയെങ്കിലും വല്ല മോബ്സ് ഉണ്ടോ? ഇത് മറ്റേ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും സ്പോൺ ആയിട്ടില്ല. ആൻഡ് ഇവിടെ ആയിട്ടൊരു കോപ്പർ ഉണ്ട്. ആൻഡ് അതൊരു 5 എണ്ണം കിട്ടി. അതെന്തായാലും നന്നായി. ഇവിടെയൊക്കെ ഇത്തിരി ഇങ്ങനെ ഓപ്പൺ കേവാണ് എനിക്ക് വേണ്ടത്. കാരണം അതാകുമ്പോൾ പിന്നെ അധികം മോബ്സും കാര്യങ്ങളും സ്പോൺ ആവില്ല. സോ ഇവിടെ എന്തായാലും കുറേ കോപ്പർ ഉണ്ട്. അതെന്തായാലും നന്നായി. ഇവിടെ നിന്ന് കുറച്ച് കോപ്പറും കാര്യങ്ങളും നമുക്കെടുക്കാം. സോ ഇത് കൂടി മൈൻ ചെയ്യുമ്പോൾ 21 ആൻഡ് 24 എണ്ണം ആവും. ഓക്കെ, കറക്റ്റായിട്ട് 24 എണ്ണം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഒരു അയൺ പീസും നന്നായി. അടിയിൽ രണ്ട് പീസ് അയൺ കിട്ടിയിട്ടുണ്ട്. 3 പീസ് അയൺ.
അതെന്തായാലും അത്രയും നന്നായിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് കുറച്ച് ബ്ലോക്സ് മാറ്റി വേറൊരു അയണും കൂടി കിട്ടിയിട്ട് നമുക്ക് ടോട്ടൽ 4 എണ്ണം ആയിട്ടുണ്ട്. നമുക്കിത് തന്നെ മതി, പക്ഷേ കുറച്ചും കൂടി കിട്ടിയ കാണിച്ച് നന്നായി. ആൻഡ് ഇവിടെ എവിടെയെങ്കിലും ഇനി വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം ഇനി എന്തായാലും നമുക്ക് മുകളിലോട്ടേക്ക് പോകാം. ഇനി നമുക്ക് വേണ്ടത് കോളാണ്. കോൾ വല്ലയിടത്തും ഉണ്ടോ? കോൾ അതെവിടെ ആയിട്ട് കുറേ ഉണ്ട്. സോ ഇതും കൂടി ഒന്ന് മൈൻ ചെയ്യട്ടെ. എനിക്കും കോൾ ഉണ്ടായിരുന്നു കേട്ടോ. 27 കോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ടേക്ക് പോകുന്നുണ്ട്, നോക്കട്ടെ. ആൻഡ് ഇവിടെ ഒരു പീസ് കോപ്പറും കൂടി ഉണ്ട്, അതെടുക്കാം. ഒരു പീസല്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതും കൂടി ഒന്ന് എടുക്കാം. നമുക്കിനി ടൂൾസും കൂടി സെറ്റാക്കാം നമ്മുടെ കോപ്പറിൻ്റെ. എനിക്ക് തോന്നുന്നു സ്റ്റോണിനെക്കാട്ടിലും ഇത്രയും കൂടി നല്ലത് കോപ്പറാണ് ഇന്ന്. അത് ആ വിശ്വാസത്തിലാണ് ഞാനിത് എടുക്കുന്നത്. സോ ഒരു സ്റ്റാക്കും 2 കോപ്പറും കിട്ടിയിട്ടുണ്ട്, നന്നായി. ഇനി എന്തായാലും നമുക്ക് പുറത്തോട്ടേക്ക് പോവാം. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് പുറത്തോട്ടേക്ക് പോവാം. നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് അയൺ കിട്ടിയിട്ടുണ്ട്, 4 പീസ് അയൺ കിട്ടിയിട്ടുണ്ട്. സോ അത് വെച്ച് നമുക്ക് ഇപ്പോൾ ഒരു ബക്കറ്റും പിന്നെ ഒരു ഷീൽഡുമാണ് നമുക്കിപ്പോൾ വേണ്ടത്. പിക്കാക്സ് ഞാൻ ഉണ്ടാക്കുന്നില്ല. പിക്കാക്സിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും സെറ്റാക്കാം. ആൻഡ് ഇവിടെ ആയിട്ട് വേറൊരു ഗെയിം കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് പോയി നോക്കിയാലോ? ഇല്ല, അതത്ര തന്നെ. ഇവിടെ നിന്ന് വേറെ അയണൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, സോ എന്തായാലും നമുക്ക് പുറത്തോട്ടേക്ക് പോവാം. നമുക്കിപ്പോൾ വേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് അയൺ നമുക്ക് സ്മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആൻഡ് ഇതിവിടെ നൈറ്റ് ആവുന്നുണ്ട്. ആൻഡ് ഞാനിട്ട് ഏതോ പാക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. ഈ ഒരു നൈറ്റ് ആകുമ്പോഴും പകലാകുമ്പോഴും ഈ ഒരു സൂര്യനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വെളിച്ചമുണ്ട്. ആൻഡ് അത് കുറച്ച് കഴിഞ്ഞാൽ മാറുകയും ചെയ്യും. അതെന്താണെന്നറിയില്ല. ഞാനിട്ട് ഏതോ ഒരു പാക്കിൻ്റെയാണ്. സോ എന്തായാലും നമുക്കൊരു ഫർണസും കൂടി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ കോപ്പർ സ്മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതാകുമ്പോൾ 2 എണ്ണം ഒരേ സമയത്ത് തന്നെ ആയിക്കോളും. സോ അവിടെ ആയിട്ട് കുറച്ച് കോപ്പർ സ്മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതവിടെ തന്നെ ആവട്ടെ. ആൻഡ് ഇനി കയറി കിടന്നുറങ്ങാൻ പറ്റില്ല. സോ ഇതേ കണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. അതെന്തോ ഞാനിട്ട പാക്കിൻ്റെയാണ്. ആൻഡ് ഇനിയിപ്പോൾ രാവിലെ ആകുമ്പോഴും നോക്കിക്കോളൂ, അതായത് സംഭവം തന്നെ വരും. ഇത് കണ്ടില്ലേ, ഒരു പ്രത്യേക തരത്തിലൊരു വെളിച്ചം വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ 4 അയണും കാര്യങ്ങളും ഇവിടെ സ്മെൽട്ടായിട്ടുണ്ട്. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ബക്കറ്റും പിന്നെ ഒരു അയണുണ്ട്, അത് വെച്ച് നമുക്ക് നമ്മുടെ ഷീൽഡും ഉണ്ടാക്കാം. അത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിക്കാക്സ് ഞാൻ പിന്നെ എപ്പോഴേലും ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു സംഭവങ്ങളാണ്. ഓക്കെ, ഇനി ഷീൽഡും കൂടി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഫുഡ് ഹണ്ടിങ്ങിന് വേണ്ടി പോകണം. നമ്മുടെ കയ്യിലുള്ള ഫുഡ് ഏകദേശം തീരാനായിട്ടുണ്ട്. ഇനി 6 സ്റ്റീക്കും പിന്നെ 7 മട്ടനേ ഉള്ളൂ. സോ ഇനി എന്തായാലും നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം ഫുഡ് ഹണ്ടിങ്ങിന് വേണ്ടി പോവാം. ഓക്കെ, നമുക്ക് വല്ല മോബ് ഇവിടെ നിന്ന് ഒരു മോബിനെ പോലും സ്പോണായി കാണാനില്ല. ആൻഡ് നമ്മുടെ കോപ്പർ ഇവിടെ സ്മെൽട്ടായിട്ടുണ്ട്. ഇനി ബാക്കി കോപ്പർ അതിൻ്റെ അകത്തിട്ട് വെക്കാം. സോ നമുക്ക് ഇപ്പോൾ 8 എണ്ണം ഉണ്ട്. നമുക്ക് ഇപ്പോൾ അത് വെച്ചിട്ടൊരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം. ഇപ്പോഴത്തേക്ക് ഞാൻ അത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, ബാക്കി നമ്മുടെ കയ്യിലില്ല. അത് ആയി വരുന്നതേ ഉള്ളൂ. ആയി വന്നതിന് ശേഷം ഞാൻ ബാക്കി ഫുള്ള് കോപ്പർ ആർമറാവും. സോ ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് സെറ്റായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് കുറച്ച് ഫുഡ് ഹണ്ടിങ്ങിന് വേണ്ടി പോകാം. നമ്മുടെ കയ്യിലുള്ള ഫുഡൊക്കെ പെട്ടെന്നായിരുന്നു തീരുന്നത്, അതെന്താണെന്ന് അറിയില്ല. സോ ഇവിടെ എവിടെയെങ്കിലും വല്ല കവ്വോ ഷീപ്പോ എന്തെങ്കിലുമൊക്കെ സ്പോണായിട്ടുണ്ടോ? നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു കൗ ക്രഷറെ ഉണ്ടാക്കണം. കൗ ക്രഷറോ അല്ലെങ്കിൽ പിന്നെ ഷീപ്പ് ക്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം. സോ ഇവിടെ ആയിട്ടൊരു കൗ ഉണ്ട്. സോ ഇതിനെ തല്ലിക്കൊന്ന. ഓക്കെ, 1 എണ്ണം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ 1 എണ്ണം മാത്രമേ സ്പോണായിട്ടുള്ളൂ. അവിടെ ആയിട്ട് കുറേ ഷീപ്പിനെ കാണുന്നുണ്ട്. അതെന്തായാലും നന്നായി. ഷീപ്പും പിഗും ഒക്കെ ഉണ്ടാവും. ഷീപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി എന്തായാലും ഇതിനെ ഒന്ന് തല്ലിക്കൊല്ലാം. ഓക്കെ, നമ്മളിത് ഇത്രയും ഫുഡും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് ഇത് മതി. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡും നമുക്ക് ഇപ്പോൾ ഉണ്ട്. നമ്മൾ നടന്ന് ഈ ഒരു പംകിൻ്റെ സ്ഥലത്തോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് കുറച്ച് പംകിനും കാര്യങ്ങളും ഇവിടെ നിന്ന് മൈൻ ചെയ്യാം.
ആൻഡ് ഇവിടെ ആയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഒരു കേവിൻ്റെ അകത്ത് വെള്ളമുള്ളൊരു സ്ഥലം. സോ അതെന്തായാലും നന്നായി. ഇവിടെ എവിടെയെങ്കിലും അയൺ ഉണ്ടോ? അയൺ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളൊരു സാധനമാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഈ അയൺ ഫാം പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അയൺ നല്ല അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അടുത്ത എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഒരു കൗ ക്രഷർ ഉണ്ടാക്കണമെന്ന്. കൗ ക്രഷർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഹോപ്പർ വേണം. ഹോപ്പർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അയൺ വേണം. അയൺ ഇല്ല. സോ അടുത്ത എപ്പിസോഡിലാകുമ്പോഴേക്കും എങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം അയൺ. ആൻഡ് നമ്മുടെ ബേസ് എവിടെയാണ്? ഇവിടെ എവിടെയായിട്ടല്ലേ ഉണ്ടായിരുന്നത്? ബേസ് വെച്ചിട്ടില്ല. നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് ഇവിടെ ആയിട്ട് തന്നെ ഗവൺമെൻറ്. സോ നമ്മുടെ ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 300 500 സോ ഈ ഒരു ഭാഗത്തോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഈ ഒരു ഭാഗത്താണ്. ആൻഡ് ഈ ഒരു വേൾഡിൻ്റെ സീഡ് വേണ്ടവർക്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. സീഡ് ആവശ്യമുള്ളവർ എടുത്തോളൂ. സോ ഇത് ഇവിടെ ആയിട്ട് നമ്മുടെ കോപ്പർ സ്മെൽറ്റ് ആയിട്ടുണ്ട് കുറച്ച്. ആൻഡ് ഈ ഒരു ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആൻഡ് ഇത് വെച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും? ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാം. അല്ല, അതൊരു ബൂട്ട്, പിന്നെ ഒരു ഹെൽമെറ്റ്. സോ ഇനി നമുക്ക് ഒരു 7 എണ്ണം കൂടിയും വേണം. 6 ഒന്നും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഫുൾ കോപ്പർ ആർമറായി. യെസ്, ഓക്കെ, 7 ആയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്കൊരു ലെഗിൻസും കൂടിയും ഉണ്ടാക്കാം. അയ്യോ, ഇവിടെ 1, ഓക്കെ, 7 ഒരു ലെഗിൻസും കൂടി നമ്മുടെ കയ്യിൽ സെറ്റായിട്ടുണ്ട്. സോ നമ്മൾ ഫുൾ കോപ്പർ ആർമറും കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് വുഡും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു ബേസും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. സോ നമുക്ക് ഒരു ആക്സും കൂടി സെപ്പറേറ്റ് ആയി ഉണ്ടാക്കണം, കാരണം ഇത് പൊട്ടാനായിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് കുറച്ച് ആക്സ് എടുത്തതിന് ശേഷം ഒരു പുതിയ ആക്സ് ഉണ്ടാക്കാം. സ്റ്റിക്ക് ആൻഡ് ഒരു ന്യൂ ആക്സ്. ഇപ്പം തന്നെ പിക്ക് ആക്സ് ഉണ്ടാക്കിയാൽ. ഓക്കെ, ആക്സ് റെഡി ആയിട്ടുണ്ട്. ആൻഡ് ഇനി ഞാൻ കുറച്ച് വുഡും കാര്യങ്ങളും കട്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ഞാനിത് ഇത്രയും വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും വുഡ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അവിടുന്ന് പകുതിയോളം മരവും കാര്യങ്ങളും മുറിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് ഞാൻ കുറച്ച് എടുത്തുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ബാക്കിന്ന് പോയിട്ട് എടുത്തു. കാരണം ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫോറസ്റ്റിനെ ഞാൻ നശിപ്പിക്കണത് പോലെയോ. സോ തിരിച്ച് പ്ലാന്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിൽ നിന്ന് അവിടെ നിന്ന് പോയി എടുത്തു. സോ ആൻഡ് നമ്മൾക്ക് ഇനി നമ്മുടെ ബേസും കാര്യങ്ങളും ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സോ കുറച്ച് ലാൻഡും കാര്യങ്ങളും ക്ലിയർ ആയിട്ട്. ആൻഡ് നമ്മൾ ഇവിടെയായിട്ട് നമ്മുടെ സംഭവം കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങാം. സോ യെസ്, നമുക്കിനി ഏകദേശം ഫസ്റ്റ് ബ്ലോക്ക് ഇവിടെ വെക്കാം. ആൻഡ് ഇനി നമുക്കൊരു ഔട്ട്ലൈൻ കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് ഇവിടെ ആയിട്ട് ഒരു ഔട്ട്ലൈനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 ബ്ലോക്ക് അവിടെ നിന്ന് ഇങ്ങനെ. ആൻഡ് ഇവിടെ നിന്ന് ഒരു 1, അയ്യോ തന്നെ ആകെപ്പാടെ കോളാക്കി. 1 2 3 4 ബ്ലോക്ക് കഴിഞ്ഞിട്ട് 5ാമത്തെ ബ്ലോക്കിൽ ഇത്. സോ അങ്ങനെയാണ് ഇത് പോകുന്നത്. ഞാൻ എന്തായാലും ഔട്ട്ലൈനും കാര്യങ്ങളും സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഔട്ട്ലൈനും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് ഒരു 3 ബ്ലോക്ക് ഹൈറ്റിലോട്ടേക്ക് പോവാം. സോ ഇനി എന്തായാലും ഞാൻ ബാക്കിയൊന്ന് ചെയ്തെടുക്കട്ടെ. ഓക്കെ, അത് ഞാൻ മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ വാൾസിലോട്ടേക്ക് പോവാം. സോ യെസ്, നമുക്ക് വാൾസ് ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങാം അടുത്തതായിട്ട്. എനിക്ക് വാൾസിനായിട്ട് പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. സോ ഈ ഒരു ഭാഗം ആൻഡ് ജനൽ വരുന്നിടത്ത് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. സോ അതിന് വേണ്ടി കുറച്ച് ബ്രിഡ്ജ് ലോഗ് സെറ്റാക്കാം. ആൻഡ് ഇനി കുറച്ച് സ്റ്റെയേഴ്സ്. ഓക്കെ, ഇത്രയും സ്റ്റെയേഴ്സും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. 2 സ്റ്റെയർ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി ഇത് വെച്ചിട്ട് ഇവിടെ 3 എണ്ണം ഇങ്ങനെയും 3 എണ്ണം തല കുത്തിയിട്ടും. സോ യെസ്, അതാണ് ഈ ഒരു ഡിസൈന്. ആൻഡ് ഇനി ഇത് ഞാനൊന്ന് മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. എനിക്ക് പ്രത്യേകിച്ച് ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ആൻഡ് നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ എന്ത് വെക്കുന്നു ഇപ്പോഴും എനിക്കൊരു പ്ലാൻ ഇല്ല. സോ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് പറയുക. സോ ഇനി എന്തായാലും നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മുടെ റൂഫിലോട്ടേക്ക് പോവാം. ആൻഡ് അവിടെ നിന്നൊരു ആനം ഇറങ്ങി വന്നപ്പോൾ ഇവന്മാരൊക്കെ ഇത് എവിടെ നിന്ന് വരുന്ന വില്ലേജർ? ഇവിടെ അടുത്തെവിടെയെങ്കിലും ഇതുണ്ടോ? മറ്റേ വില്ലേജർ ഔട്ട് പോസ്റ്റ് അങ്ങനെയാണ് ചില പണി കിട്ടിയല്ലോ. ആൻഡ് അവിടെയായിട്ട് ലീഡറും കൂടി നിൽക്കുന്നുണ്ട്. സോ അവനെ കൂടി ഒന്ന് തീർക്കാൻ, കാരണം ഇനി അവ ഇവിടെ ഉള്ളതുകൊണ്ട് ഇനി വേറെ വല്ലതും സ്പോണായി കഴിഞ്ഞാൽ എനിക്ക് വയ്യ. ഇനി ഞാൻ വല്ലതും ബിൽഡ് ചെയ്ത് കഴിയുന്നതിടയ്ക്കാവും ഇവന്മാർ കയറി വരിക. സോ ഞാനെന്തായാലും ഇവനെയും കൂടി ഒന്ന് തീർക്കട്ടെ. ഓക്കെ, നമുക്ക് മറ്റേ ഒമിനസ് ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഒമിനസ് ബോട്ടിൽ 1 ആണ്. ഓക്കെ, അതൊന്നും കാര്യമില്ല. നമുക്ക് ഇപ്പോഴത്തേക്ക് അതിനൊന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേസ് അതാണ് മെയിൻ. സോ ഇനി എന്തായാലും ഞാൻ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് റൂഫ് ബിൽഡ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓക്ക് എടുക്കുന്നില്ല, നമ്മുടെ ബ്രിഡ്ജ് തന്നെയാണ് എടുക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് സ്റ്റെയർ വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് എനിക്കിപ്പോൾ മനസ്സിലുള്ളത്. സോ അതൊന്ന് ഞാൻ സെറ്റ് ചെയ്യട്ടെ. ആര് ഡിസൈനാണിത്, എങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെയും കൂടി വേറൊരു ടൈപ്പ് സംഭവം വരും. ആൻഡ് ഈ ഒരു ഭാഗത്തും വേറൊരു ടൈപ്പ് ഇതേപോലെ തന്നെ സംഭവം വരും. സോ എന്തായാലും ഞാനതൊന്ന് സെറ്റ് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഫൈനൽ ഔട്ട്പുട്ട് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് ഇപ്പോൾ കാണാനായിട്ടുള്ളത്. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റായിട്ടൊന്ന് പറയതേ, റേറ്റ് ചെയ്യുക. ഒരു 10 ഔട്ട് ഓഫ് എത്രയാണെന്ന് പറയുക. സോ ഇനി എന്തായാലും എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ചെയ്യാനായിട്ടുള്ള സംഭവം ചെയ്തു. ആൻഡ് ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് സംഭവം ഇല്ല ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത്. ഓക്കെ, ആ ഒരു റൂഫിൻ്റെ അടുത്ത ഗ്യാപ്പും കൂടി ഒന്ന് ഫില്ല് ചെയ്യണം. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനമായിട്ടുള്ളൊരു ഗോള്. ഓക്കെ, നമുക്ക് ഇത്രയും ഡേർട്ട് എടുക്കാം. 17 കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി മുകളിലോട്ടേക്ക് ബ്രിഡ്ജ് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റ് ചെയ്യാം. അടിപൊളി പാർക്കോർ ആയതുകൊണ്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പാർക്കോർ ദൈവമായതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് വീഴും, അത് മൈൻഡാക്കണ്ട. സോ ഇവിടെ നമ്മൾ ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നൈസാവും എന്ന് തോന്നുന്നു. അത് അടിക്കണതുകൊണ്ട് നല്ല രീതിക്ക് ഒരു മാറ്റമുണ്ട്. നമ്മുടെ ബ്രിഡ്ജ് തന്നെ വെച്ചതാണെച്ചാൽ ഓവർ വെള്ള ലുക്കാവും. പിന്നെ നമ്മൾ ഓക്കും അധികം യൂസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ടാണ്. ആൻഡ് ഇനി ഈ ഒരു ഭാഗത്തും കൂടി ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്കൊരു കാര്യം ചെയ്യുക, ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 സംഭവം അങ്ങനെ നമുക്കിത് പൊട്ടിക്കാനും പറ്റില്ല. സോ ഒരു കാര്യം ചെയ്യരുത്, നമുക്കൊരു ബ്ലോക്ക് അകത്തോട്ടേക്ക് സെറ്റ് ചെയ്യാം. ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. നിങ്ങളെന്തായാലും ഇതിനൊന്ന് റേറ്റ് ചെയ്യുക. അതിൻ്റെ ബാക്കി പണികൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതായിരിക്കും ടാറ്റാ, ബൈ ബൈ. I'm the king when I'm in the rain. Got my G when I'm in the vein. Gone lane pics on a middleman. Ain't nothing but a gold thing.